ഗൈസ്, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്ന് കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയുള്ള ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നേക്കണേ. നമ്മുടെ കേരളത്തിലിപ്പോൾ എന്താ മാങ്ങയുടെയും ചക്കയുടെയൊക്കെ സീസണാണെന്ന് അറിയാമല്ലോ. ഏത് വഴി പോയാലും ചക്കയും മാങ്ങയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിറയെ കണിക്കൊന്ന പൂന്നൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള മാവാട്ടോ. അതിൽ നിറയെ മാങ്ങ പിടിച്ച് കിടപ്പുണ്ട്. കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണിച്ചു തരാം. നമുക്കിങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന അത്രയും ഹൈറ്റിൽ എന്താ പറയുക, അത്രയും താഴെ വന്ന് കിടപ്പുണ്ട് മാങ്ങയൊക്കെ കേട്ടോ. ഓ, മാങ്ങ നോക്കി പോയപ്പോൾ ഇവിടെയുള്ള വെള്ളത്തിൽ ഞാൻ ചവിട്ടി. ഇവിടെ ഡാഡിയുടെ ചെടികളൊക്കെയാണ് ഡാഡിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡാഡി ഒരു ചെടിപ്രേമിയാണ്. കണ്ടോ, ഇവിടെയൊക്കെ മാങ്ങ പിടിച്ച് കിടപ്പുണ്ട്. അത്യാവശ്യം വലുപ്പമായി. പക്ഷേ ഈ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയണേ. അതിൽ നിറയെ ഇങ്ങനെ പുഴു വരും ഇത്രേ. ഇത് ഏത് മാവാണെന്നോ എങ്ങനത്തെ മാങ്ങയാണെന്നോ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ കിടക്കുന്ന കാണാൻ. ഒരു കുഞ്ഞു മാവാ കണ്ടോ, ഇത്ര ഹൈറ്റുള്ളൂ മാവിന്. ഇതിലും കുറേ പ്ലാന്റ്സൊക്കെ ഡാഡി ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ. ഈ ചൂടുകാലത്ത് നിന്ന് നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ഒരു രക്ഷ ഈ മരങ്ങളും ചെടികളൊക്കെ ആട്ടോ. അല്ലാതെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന പ്ലേസുകളിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. കേട്ടോ, നോക്കി എത്ര താഴ്ന്ന കിടക്കുന്നതെന്ന് വെച്ചു. നല്ല രസമുണ്ട്. പണ്ടിങ്ങനെ മാങ്ങയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ കല്ലുമ്മടിച്ച് ഉപ്പും മുളകൊക്കെ ചേർത്ത് തിന്നാൻ എനിക്ക് ഇഷ്ടമായിരുന്നോ? എനിക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര നമുക്ക് കിട്ടാത്ത സമയത്താണല്ലോ. നമുക്ക് കണ്ടോ പിടിച്ചെടുക്കണുണ്ടോ, നമുക്കിങ്ങനെ കിട്ടാത്ത സമയത്തില്ലെങ്കിൽ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോഴാണ് നമുക്കങ്ങനെ കൊതികളൊക്കെ വരുന്നത് അല്ലേ. ഓക്കെ, കണ്ടോ എത്ര താഴെ കിടക്കുന്നതെന്ന് നോക്കിയേ. നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഉപ്പിലിടാനും അച്ചാറിടാനൊക്കെ കൊള്ളാം കേട്ടോ. അല്ലാതെ പഴുക്കുമ്പോൾ അത് പോകുമെന്നാണ് പറയണേ. പഴുക്കുമ്പോൾ നിറയെ പുഴു വന്നിട്ട് പോവുത്രേ. എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പഴുത്ത മാങ്ങ നമുക്ക് കിട്ടുന്നത് അവിടെ ഒരു മാവുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അത്യാവശ്യം ഹൈറ്റിൽ ഉണ്ടാണ് മാവ നിൽക്കണേ കേട്ടോ. ഓക്കെ, ഈ മാവിൽ നിന്നുള്ള മാങ്ങയാണ് നമുക്ക് പഴുക്കുമ്പോൾ പഴുത്ത മാങ്ങയുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ. ഇവിടെ ഉണ്ണി കിടപ്പുണ്ടോ ഇല്ല. ഇതിൻ്റെ ചുവട്ടിലും കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ മാങ്ങ അങ്ങനെ കാണുന്നില്ല. ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ മഴ പെയ്തു, അപ്പോൾ 2-3 മാങ്ങ വീണായിരുന്നു. ഇപ്പം ഇവിടെ കാണാനില്ല ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.